അഭി, ചൊക്ലിലാണ് സംസ്കാര ചടങ്ങുകൾ. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, നിലവിൽ കോഴിക്കോട് ഡിവൈഎഫ്ഐ യൂത്ത് സെന്ററിൽ പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 7 മണിക്കാണ് പൊതുദർശന ചടങ്ങുകൾ ആരംഭിച്ചത്. നാളെ രാവിലെ 8 മണിവരെ ഇതിനുള്ള അവസരം, പാർട്ടി പ്രവർത്തകർക്ക് പൊതുദർശനത്തിനുള്ള അവസരമുണ്ടാകും. തുടർന്ന് 8 മണിക്കാണ് മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കണ്ണൂരിലേക്ക് പുറപ്പെടുക. ഈ കണ്ണൂരിലേക്കുള്ള യാത്രയിൽ വഴിയിലുടനീളം പ്രവർത്തകർക്ക് പുഷ്പന് അന്തിമോപചാരമർപ്പിക്കാനുള്ള, അന്ത്യാഭിവാദ്യമർപ്പിക്കാനുള്ള അവസരമുണ്ടാകും. കോഴിക്കോട്, എലത്തൂർ, പൂക്കാട്, കൊയിലാണ്ടി, നന്ദി, വടകര, നാദാപുരം, മാഹി, പുന്നോൽ, അങ്ങനെ ഈ നിരവധി സ്ഥലങ്ങളിൽ പ്രവർത്തകർക്ക് പുഷ്പനെ അവസാനമായി ഒരു നോക്കു കാണുന്നതിനുള്ള അവസരമൊരുക്കും. അതിനുശേഷം 10 മണിയോടെയാണ് മൃതദേഹം തലശ്ശേരി ടൗൺ ഹാളിൽ എത്തിക്കുക. 10 മണി മുതൽ 11:30 മണി വരെയാണ് തലശ്ശേരി ടൗൺ ഹാളിലുള്ള പൊതുദർശനം. ഇതിനുശേഷമാണ് പുഷ്പന്റെ ജന്മനാടായ ചൊക്ലിയിലേക്ക് കൊണ്ടുവരിക. അവിടെ ചൊക്ലിയിലെ രാമവിലാസം സ്കൂളിലാണ് പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. വൈകുന്നേരം വരെ അവിടെയായിരിക്കും പൊതുദർശന ചടങ്ങുകൾ. അതിനുശേഷമാണ് പുഷ്പന്റെ നാടായ ചൊക്ലി മേനപ്പുറത്തേക്ക് മൃതദേഹം എത്തിക്കുക. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയും ചെയ്യുക. നിലവിൽ ഇവിടേക്ക് നിരവധി പേർ, പാർട്ടി പ്രവർത്തകരല്ലാത്തവരുൾപ്പെടെ നിരവധി പേർ ഈ ഡിവൈഎഫ്ഐ യൂത്ത് സെന്ററിലേക്ക് പുഷ്പനെ അവസാനമായി ഒരു നോക്കു കാണുന്നതിനായി എത്തിച്ചേരുന്നുണ്ട്. വൈകിട്ട് 3:30 പുഷ്പന്റെ മരണം സംഭവിച്ചത്. കഴിഞ്ഞ കുറേ നാളുകളായി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പുഷ്പൻ ചികിത്സയിലായിരുന്നു. നേരത്തെ ആദ്യം തലശ്ശേരി സഹകരണ ആശുപത്രിയിലായിരുന്നു പുഷ്പൻ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റിയത്. 2 തവണ പുഷ്പന് അല്പം ഗുരുതരാവസ്ഥയിലായിരുന്നു. പക്ഷേ പിന്നീട് ശരിയായ നിലയിലേക്ക്, അല്പം ഭേദപ്പെട്ട നിലയിലേക്ക് മാറി. എന്നാൽ ഇന്ന് 3:30 രോഗം മൂർച്ഛിക്കുകയും സ്ഥിതി ഗുരുതരമാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു. നേരത്തെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ദിവസങ്ങൾക്ക് മുൻപ് ഈ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെത്തി പുഷ്പനെ കണ്ടിരുന്നു. നിരവധി പേർ പുഷ്പനെ കണ്ടിരുന്നു. ഇന്ന് 3:30 മരണം സംഭവിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ നേരത്തെ അനുശോചന സന്ദേശത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തലമുറയുടെ ഒന്നാകെ സഹനത്തിൻ്റെ, പോരാട്ടവീര്യത്തിൻ്റെ ഒക്കെ പ്രതീകമായിരുന്നു പുഷ്പൻ. 1994 നവംബർ 25-നാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുന്നത്. 5 പേർ രക്തസാക്ഷികളായി. പുഷ്പൻ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി മാറി. പിന്നീട് ഇങ്ങോട്ട് 30 വർഷക്കാലത്തോളം വലിയ രീതിയിലുള്ള വേദന സഹിക്കുമ്പോഴും പാർട്ടിയുടെ ആശയത്തിൻ്റെ, പോരാട്ടത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ ഒക്കെ ഒരു പ്രതീകമായി, നേർസാക്ഷ്യമായി പുഷ്പൻ ജീവിക്കുകയായിരുന്നു. അത് നമുക്ക് ഈ പാർട്ടി പ്രവർത്തകരിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. കാരണം അത്രയേറെ പുഷ്പനെ നെഞ്ചേറ്റിയിരുന്നവരാണ്. തങ്ങൾക്കൊരു മാതൃകയായി തങ്ങളുടെ മുന്നിൽ പ്രവർത്തകർ കണ്ട ഒരാളാണ് പുഷ്പൻ. അത് ഈ യൂത്ത് സെന്ററിലേക്ക് എത്തിക്കുമ്പോൾ ഈ പ്രവർത്തകരുടെ മുദ്രാവാക്യം നമ്മൾ കേൾക്കുകയായിരുന്നു. ആ രീതിയിൽ പുഷ്പൻ മരിക്കുന്നില്ല എന്ന് അവർ ഉറക്കെ വിളിക്കുമ്പോൾ അവരുടെ കണ്ഠമിടറുന്നുണ്ടായിരുന്നു. ആ രീതിയിൽ വളരെ വികാരനിർഭരമായ ഒരു ചടങ്ങുകളാണ്, പൊതുദർശനത്തിനുള്ള അവസരങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും നിലവിൽ ഈ യൂത്ത് സെന്ററിൽ പൊതുദർശന ചടങ്ങുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നാളെ രാവിലെ വരെ നീളുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ നേരത്തെ സ്പീക്കർ AN ഷംസീർ എത്തിയിരുന്നു. ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ, കൂടാതെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ഉൾപ്പെടെ നിരവധി പേർ ഇവിടേക്ക് എത്തുകയും അന്തിമോപചാരം, അന്ത്യാഭിവാദ്യം ഒക്കെ അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും പ്രവർത്തകർ നിരവധി പേർ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. നിരവധിയായ പ്രവർത്തകരെ, നേതാക്കളെ ഒക്കെ തന്നെ നമുക്കിവിടെ കാണുകയും ചെയ്യാം. യാത്രയാണ് ഒരു നാട്. ഒപ്പം തന്നെ DYFIയുടെ സമരമുഖങ്ങളിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി, കഴിഞ്ഞ കുറേ വർഷങ്ങളായി മുദ്രാവാക്യങ്ങളിലൂടെ എന്നും കേൾക്കുന്ന പേരുകൂടിയാണ് പുഷ്പൻ, സഖാവ് പുഷ്പൻ എന്നുള്ളത്. ഇനിയും അത്തരം മുദ്രാവാക്യങ്ങളുടെ രക്തസാക്ഷി ജീവിക്കും എന്ന് ഉറപ്പിക്കുന്നുണ്ട് പാർട്ടി പ്രവർത്തകർ. ഒരു വലിയ സമരാവേശത്തിൻ്റെ കൂടി പ്രതീകമായിട്ടാണ് പുഷ്പനെ പാർട്ടിയും പ്രത്യേകിച്ചും DYFIയും ഒക്കെ കാണുന്നത്. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.